അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി. ഇത് ഒരു വിദ്യാർത്ഥി എഴുതിയ കഥയാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. ആ നാട്ടിലെ ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആ വിദ്യാലയം നിന്നെടുത്ത് ഇന്നും മണ്ണും കല്ലും അവശിഷ്ടങ്ങളും നിറഞ്ഞ കൂമ്പാരങ്ങൾ മാത്രം. അടുത്ത ദിവസം സ്കൂളിൽ വരാൻ യൂണിഫോമുകൾ തേച്ചുവെച്ച് ഹോംവർക്കുകൾ ചെയ്ത് സന്തോഷത്തോടെ ഉറങ്ങിയ കുട്ടികൾ, അവരിൽ എത്ര പേർ ഇന്ന് ജീവനോടെയുണ്ടെന്ന് ആർക്കുമറിയില്ല. കഥയിൽ പറഞ്ഞ പോലെ എത്ര പേർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്നറിയില്ല. അധ്യാപകർ എവിടെയെന്നറിയില്ല. അർദ്ധരാത്രിയിൽ മലയിറങ്ങി വന്ന വെള്ളത്തെയും വൻ പാറകളെയും ആ വിദ്യാലയത്തിന്റെ കെട്ടിടം തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ചൂരൽമലയെന്ന അങ്ങാടി ഉൾപ്പെടെ ഒഴുകിപ്പോകുമായിരുന്നു. ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടമാകുമായിരുന്നു. ആ നാടിന്റെ ഹൃദയത്തുടിപ്പായിരുന്ന ആ വിദ്യാലയം ഇതിനുമപ്പുറം വലുതാകുമായിരുന്ന ഒരു ദുരന്തത്തെ തടഞ്ഞു നിർത്തിയാണ്